ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, തൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലെ ലാളിത്യത്തോടെ അതിമനോഹരമായൊരു ഉപമ ക്രിസ്തു പറയുന്നു. വിതക്കാരൻ വിതയ്ക്കുവാൻ പോകുന്ന മനുഷ്യൻ്റെ വിനയവും വിശാലതയും വ്യക്തമാവുകയാണ്. വീഴുന്ന മണ്ണിനെക്കുറിച്ചും അത് ഫലം പുറപ്പെടുവിക്കുകയില്ലയോ എന്നുള്ള ആശങ്കകളില്ലാതെ എല്ലാവർക്കും എല്ലായിടങ്ങളിലും ധാരാളം നന്മകൾ ചൊരിയുവാൻ കാരണമാകുന്ന ഏറ്റവും വലിയ വിശാലതയുള്ള സ്നേഹമായി രൂപപ്പെടുത്തുകയാണ് ഈ വിശുദ്ധ വചനം. വിതക്കാരൻ ഒരു തരത്തിലും ഒന്നും അവിശ്വസിക്കുന്നില്ല, എല്ലാം വിശ്വസിക്കുന്നുണ്ട്. ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നന്മകളും തിന്മകളും താഴ്ചകളും വീഴ്ചകളും അവൻ്റെ കുറവുകളും പരിമിതികളുമൊക്കെ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ഒരു പൂർണ്ണതയും ആഗ്രഹിക്കുന്നില്ല. 100, 60, 30 എന്തായാലും സംതൃപ്തിയോടെ സ്വീകരിക്കുവാൻ താല്പര്യമുള്ള നല്ലൊരു വിതക്കാരൻ, നല്ലൊരു കർഷകൻ. എല്ലാവരും ലാഭം ആഗ്രഹിക്കുന്നവരാണ്. വിതയ്ക്കുന്നിടങ്ങളിലൊക്കെ ആവശ്യത്തിലധികം നന്മകളും ഫലവും കിട്ടണമെന്ന് ആരാണ് മോഹിക്കാത്തത്? എന്നാലും കല്ലിന്മേലോ മുള്ളിന്മേലോ പറവകൾക്ക് കൊത്തിപ്പറിക്കുവാനോ വിട്ടുകൊടുത്താലും എവിടെയെങ്കിലുമൊക്കെ ഒരു നല്ല ഭൂമി, നന്മകൾ വിതയ്ക്കുന്ന ഇടങ്ങൾ ഉണ്ടാകുമെന്ന് എത്ര കരുതലോടെ കാക്കുന്നുണ്ട്. ഓരോ മനുഷ്യനിലും ഉണ്ടാവേണ്ട പ്രത്യാശയെക്കുറിച്ച് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യനിൽ ദൈവത്തിലുള്ള വിശ്വാസം എത്ര വലുതാണെന്നും വ്യക്തമാവുകയാണ്. വചനത്തെയും വിത്തിനെയും കുറ്റം പറയുവാൻ സാധ്യതകളൊന്നുമില്ല. അത് വിതയ്ക്കപ്പെട്ട നിലത്തിൻ്റെ പോരായ്മകളെ മാത്രം നമ്മൾ കണ്ടെടുത്താൽ മതി. അവിടുന്ന് ആരോടും പക്ഷാഭേദം കാണിക്കുന്നില്ല. എല്ലായിടങ്ങളിലും അവൻ വിതറുന്നുണ്ട്. 4 ദിക്കുകളിലേക്കും അവൻ വചനം കോരിച്ചൊരിയുന്നുണ്ട്. എന്നാൽ ആവേശത്തോടെ സ്വീകരിക്കുന്നവർ പിന്നീട് അവശതകളിലേക്കും, വളരുവാൻ മനസ്സുണ്ടെന്ന് കാണിച്ച തളർച്ചകളിലേക്കും, ജീവിത പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പരിക്കേൽപ്പിച്ച് ഭാരപ്പെടുത്തി ഞെക്കിഞ്ഞെരുക്കിക്കളയുന്ന അനുഭവങ്ങളും ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയല്ലേ? നമ്മൾ തന്നെയാണ് വചനം സ്വീകരിച്ച മനുഷ്യരും വചനത്തോട് കാട്ടുന്ന മനോഭാവങ്ങളുടെ വക്താക്കളും. ചിലപ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നന്മകളാകുന്ന വചനത്തെ ഞെരുക്കിക്കളയുന്നുണ്ട്. മുള്ളുകളിടയിൽ വീണു പോകുന്നത് പോലെ, വളരുവാൻ പറ്റാത്ത രീതിയിൽ ഞെരുങ്ങിപ്പോകുന്നത് പോലെ, സൂര്യപ്രകാശമോ വളവുമില്ലാതെ അത് നന്മകൾ കാണാതെ മങ്ങിപ്പോകുന്നത് പോലെയൊക്കെ സംഭവിക്കുന്നില്ലേ? എന്നാലും എവിടെയെങ്കിലുമൊക്കെ വീണ്ടും നന്മയുണ്ടാകുമെന്ന് കരുതുവാൻ ഭാവത്തിൽ നമ്മുടെ ദൈവം വിശാലതയോടെ അവൻ്റെ വചനവിത്തുകൾ വിതയ്ക്കുന്നുണ്ട്. ഹൃദയം വിശുദ്ധമാവട്ടെ, നന്മയുള്ളതാവട്ടെ. 100%, 60%, 30%ഒക്കെ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് നൽകിയാലും നന്മയായി കാണുവാൻ അവൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീവിതം പലപ്പോഴും പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കുമ്പോഴൊക്കെ വചനം നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്കൊരു ചിന്തയുണ്ടാവട്ടെ. വിശാലമായ മനസ്സോടെ, സ്നേഹത്തോടെ, ഒന്നും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന കാരുണ്യത്തെക്കുറിച്ചും നമുക്കെപ്പോഴും വ്യക്തതകളുണ്ടാവട്ടെ. വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. അവൻ നമ്മളോട് പുലർത്തുന്ന നീതിയാണ്, നമ്മളോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യമാണ്. അതിനെ ആവേശത്തോട് മാത്രമല്ല, അനുഗ്രഹമായി കൂടെ കാണുവാൻ നാം പഠിക്കട്ടെ. ഞെരുക്കിക്കളയുവാനും ഇടവരുന്ന നിരവധി പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഒരു തണലായി, നന്മയായി അത് രൂപപ്പെടുത്തുവാൻ ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിതക്കാരൻ എന്നും ആഗ്രഹിക്കുന്നുണ്ട് വിതച്ചവയൊക്കെ നന്മയായി മുളച്ചു വരട്ടെ എന്ന്. നട്ടുപിടിപ്പിക്കുന്ന ഏതൊന്നും ഫലമായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചെറിയ സ്വപ്നങ്ങൾ പോലെ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലും കാലാകാലങ്ങളെല്ലാം വിതയ്ക്കപ്പെട്ട വചനങ്ങളൊക്കെ ഒന്ന് വേര് പിടിച്ച് ഒന്ന് തണുപ്പുള്ളതായി, തണലായി, ഫലമായി രൂപപ്പെടുവാൻ ഇടവരട്ടെ. അങ്ങനെ സാധ്യമാകുന്ന രീതിയിൽ 100% പൂർണ്ണരായില്ലെങ്കിലും സാധിക്കുന്ന 60, 30 ഒക്കെ ജീവിതം വഴി നൽകുവാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയിൽ വിതക്കാരൻ വീണ്ടും വിതയ്ക്കുന്നു, വിതച്ചുകൊണ്ടേയിരിക്കുന്നു, കാത്തിരിക്കുന്നു. ആമേൻ.